ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞു. താങ്കൾ നേരത്തെ ഉന്നയിച്ച ഇതുപോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നേരത്തെ വാടകയ്ക്ക് പറഞ്ഞതുപോലെ സമാനമാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ? അതിനു മുമ്പ് കേട്ടില്ല ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കാര്യത്തിൽ മാപ്പ് പറഞ്ഞു. ഇപ്പോൾ പി ശശിയെതിരെ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ ഇത് UDF-ലേക്ക് എത്താനുള്ള ഒരു വഴിയാക്കി താങ്കൾ കാണുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റും? തെറ്റു പറയാൻ പറ്റില്ല. അവരങ്ങനെ വിചാരിക്കട്ടെ, അതിനൊന്നും നിർത്തില്ലല്ലോ. അവരെ വിചാരം മാറ്റാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ ചോദിച്ച കൺഫ്യൂഷൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ താങ്കൾ വളരെ സമുന്നത മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ആവർത്തിക്കുകയും ചെയ്തത്? ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുകയാണ്. പറഞ്ഞ ആരോപണങ്ങളൊക്കെ പോട്ടെ, ഞാൻ ഡോക്യുമെൻ്റ് കൊടുത്ത കാര്യമാണ്, വിജിലൻസിന് കൊടുത്ത ഡോക്യുമെൻ്റാണ് ADGP അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനം. ആ ഫയൽ വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ്. ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും, ജയിലിലും പോകേണ്ടി വരും. ഞാൻ കൊടുത്ത ഡോക്യുമെൻറ്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം മടക്കിയത്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് സമാധാനം പറയേണ്ടിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞാണ്, ആരാണോ ഇതിൽ കളിക്കുന്നത് ആ ബാക്കിയുള്ള തെളിവ് വെച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഹൈക്കോടതിയിൽ ഞാൻ പോകും, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നു പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഡയറക്ടർ മടക്കിയിരിക്കുന്നത്. പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമാകുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഏറ്റവും സമുന്നതരായിട്ടുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അവർ നൽകിയ പിന്തുണയാണ് അതിനൊരു ശക്തി പകർന്നതെന്നും പറയാമോ? എന്തുകൊണ്ടാണ് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. ഒരു മിനിറ്റ്, നിങ്ങളെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അവരുപയോഗിച്ച വാക്ക് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ശ്രേണിയിലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങുമോ? അത്ര വിവരക്കേടൊന്നും എനിക്കില്ലല്ലോ. അല്ല ഞാൻ പറയട്ടെ, അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, പേര് മറച്ചു വയ്ക്കുന്നത് എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഒന്ന് പേര് മറച്ചു വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവരും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും. ഒന്നുകിൽ അവരെ തുറന്നു കാട്ടേണ്ടി വരും. രണ്ട്, താങ്കൾക്ക് ശശി വന്നൊരു കാര്യം പറയുന്നു, താങ്കൾ അത് പോയി നിയമസഭയിലേക്ക് സതീഷിനെതിരെ, അതുപോലെ താങ്കളെ കുടുക്കിയതായിക്കൂടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ? അല്ല, ഒരിക്കലും അല്ല. അത് എനിക്കും ബോധ്യപ്പെട്ടല്ലേ. ഞാനതിൽ അങ്ങേയറ്റം പോരാട്ടം നടത്തിയ, മറ്റതിൽ നമ്മൾ ഒരു പോരാട്ടം, ഒരു എൻക്വയറി നടത്തിയിട്ടില്ല. ഞാൻ ADGP അജിത് കുമാറും P ശശിയുമായി ഈ പറയുന്ന സാജൻ സക്കറിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത്. ആ സാജൻ സക്കറിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് സംതിങ് സംവെയർ ഈസ് റോങ്. അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണമായി പോകുന്നത്. ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്, ബോബി ചെമ്മണ്ണൂർ. എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് വിളമ്പുകയാണ് അല്ലേ? വല്ല നിയമമുണ്ടോ? വല്ല IT ആക്റ്റും ഉണ്ടോ? ആ നിയമത്തിൻ്റെ എല്ലാ നൂലിഴകൾ കീറി മുറിച്ച് സുപ്രീം കോടതിയിൽ ഏറ്റവും ലീഗൽ അവനെ കേസെടുക്കാം. ആ കേസെടുത്താൽ അത് നോൺ ബെയിലബിൾ ആണ്, അത് IT ടെററിസമാണ് എന്ന് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ പോകുന്ന സീനിയർ ലോയർമാർ ഒപ്പീനിയൻ കൊടുത്ത കേസിലാണ് അവന് നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ത് താപ്പാ അതിന് പറയാം? എന്ത് താപ്പാ പറയാം?